വിട്ടുകളയാനുള്ള മനസ്സ്. ഒരു പ്രശ്നം പകയാക്കി കൊണ്ട് നടക്കാതെ വിട്ടുകളയാനുള്ള മനസ്സ്. ഒരു വിദേശ കഥയുണ്ട്. 2 സഹോദരന്മാർ. മൂത്താളുടെ പേര് ജോസഫ്, രണ്ടാമത്തെ ആളുടെ പേര് ജോസഫാത്ത്. അപ്പോൾ ജോസഫും ജോസഫാത്തും നല്ല സഹോദരന്മാരാണ്, കർഷകരാണ്. അവർക്ക് അടുത്തടുത്താണ് അവരുടെ വയലുകൾ, അടുത്തടുത്താണ് അവരുടെ വീടുകൾ. അവരൊരുമിച്ചാണ് വിളവിറക്കുന്നത്, അവരൊരുമിച്ചാണ് ജീവിതം പങ്കുവയ്ക്കുന്നത്, അവരൊരുമിച്ചാണ് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത്. മാതൃകാ സഹോദരന്മാരായ ജോസഫും ജോസഫാത്തും. പക്ഷെ ഒരു ദിവസം അവർ മാതൃകാ സഹോദരന്മാരാണ്, അവരുടെ ഭാര്യമാർ മാതൃകാ സഹോദരിമാരാകണമെന്നില്ലല്ലോ. ഒരു ദിവസം ജോസഫാത്തിൻ്റെ ഭാര്യ എന്തോ ഒരു പ്രശ്നം ഉണ്ടാക്കി. ജോസഫാത്തിനെ ഏറ്റുപിടിച്ചല്ലേ പറ്റി ജീവിക്കണ്ടേ. ജോസഫാത്ത് അത് ഏറ്റുപിടിച്ചു. ജോസഫാത്ത് ജോസഫിനോട് കയർത്തു. ജോസഫ് ആദ്യമൊക്കെ കേട്ടോണ്ട് നിന്നു. ഇപ്പൊ ജോസഫിന്റെ ഭാര്യ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നിങ്ങളൊരാണാണോ എന്ന് ചോദിച്ചു. വല്ലാത്ത ഒരു ചോദ്യമാണ്. നമ്മളിതൊക്കെ പറയുമ്പോഴും മിക്ക പുരുഷന്മാർക്ക് ഉത്തരം കിട്ടാതെ പോകുന്ന, കണ്ടെത്താൻ കഴിയാത്തൊരു ചോദ്യമാണ്. നിങ്ങളൊരാണാണോ? ആരാ ചോദിക്കുന്നത്? ഭാര്യ. നിങ്ങളൊരാണാണോ? ഇപ്പൊ അവൻ പറയുന്നത് കേട്ടില്ലേ? അപ്പൊ ജോസഫിന് തോന്നി, ആണല്ലെങ്കിൽ ആണാവേണ്ട മുഹൂർത്തമാണിത്. ജോസഫ് ഇറങ്ങി. തമ്മിൽ ഭയങ്കരമായ വഴക്കായി. ജോസഫാത്തിന്റെ ഭാര്യയും അതേ ചോദ്യം തന്നെ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിൽ ജോസഫാത്ത് പോയിട്ട് ഇവർ രണ്ടുപേരുടെയും വയലുകൾ തമ്മിൽ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന ഒരു ലോലലോലമായ ഒരു തിട്ടയുണ്ട്. ആ തിട്ടയിലേക്ക് അവന്റെ ബുൾഡോസർ കൊണ്ടുവന്ന് ആ തിട്ട ഇടിച്ച് അവിടെ ഒരു ചാല് തോണ്ടി ഒരു ഭയങ്കരമായ കിടങ്ങെടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ടായി. ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല, കിടങ്ങെടുക്കുകയാണ്. ജോസഫിന് ഭയങ്കര വിഷമമായി. കിടന്നിട്ട് ഉറക്കം വന്നില്ല. എങ്ങനെ പറഞ്ഞു? എന്തൊരു സ്നേഹമാണ്, എത്ര സ്നേഹത്തോടെയാണ് ഞാൻ അവനെ നോക്കിയത്. അവൻ ചെയ്തു തന്നില്ലേ? എൻ്റെ മക്കൾക്ക് ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല, എനിക്കങ്ങോട്ട് പോകാൻ പറ്റില്ല. വലിയ കിടങ്ങെടുത്തിരിക്കുന്നു ദ്രോഹി. അയാൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. പുലർച്ചയ്ക്ക് ആരോ അയച്ചതുപോലെ ആരോ ഒന്ന് തട്ടി വിളിക്കും. നോക്കിയപ്പോൾ ജോൺ എന്ന് പറയുന്ന ഒരു കാർപ്പൻ്ററാണ്. കുറച്ച് ദൂരെ നിന്ന് വരികയാണ്. അയാൾ പറഞ്ഞു, സ്നേഹിത, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ നാട് വിട്ട് ഏതാനും ദിവസത്തേക്ക് ഇവിടെ വന്നിരിക്കുകയാണ്. എനിക്ക് കുറച്ച് പണി വേണമായിരുന്നു. കാർപ്പൻ്റർ ആകുമ്പോൾ ഏത് വീട്ടിലും പണിയാണല്ലോ, പണി ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം കാലളയിൽ കിടക്കുന്ന സ്റ്റൂള് അല്ലേ, വീല് പോയ കസേര, ഒത്തിരി പണിയാണ്. കയറി കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് വർഷങ്ങളോളം ചെയ്യാനുള്ള പണിയാണ്. ഒരു പണി കഴിയുമ്പോൾ അടുത്ത പണി വരും, അത് അവർക്ക് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് ഈ കാർപ്പൻ്റർ പറഞ്ഞു, എന്തെങ്കിലുമൊക്കെ പണി കാണുമല്ലോ. പെട്ടെന്ന് ഇയാൾ പറഞ്ഞു, പണിയുണ്ട്. ആ കളപ്പുരയിൽ കിടക്കുന്ന വിറക് കണ്ടോ? ആ മരക്കഷ്ണങ്ങൾ കണ്ടോ? കൂമ്പാരമായിട്ടേക്കുന്ന മരക്കഷ്ണങ്ങൾ. ആ മരക്കഷ്ണങ്ങളെടുത്ത് ഈ കിടങ്ങിന്റെ ഇപ്പുറം വെച്ച് ഒരു വേലി കെട്ടുക. 12 അടി പൊക്കത്തിൽ വേലി കെട്ടുക. എന്തിനാണ്? കാരണം എൻ്റെ ശത്രു രാജ്യമാണ് അപ്പുറം. എൻ്റെ ശത്രുവാണ് അപ്പുറത്ത് താമസിക്കുന്നത്. അവൻ ഇന്നലെ ഇവിടെ ഒരു കിടങ്ങെടുത്തു. ഇനി എനിക്ക് അവനെ കാണുകയേ വേണ്ട. അവനെ, അവൻ്റെ കുടുംബത്തെയും അവൻ്റെ കുട്ടികളെയും എനിക്ക് കാണണ്ട. വേലി കെട്ടുക. 12 അടി പൊക്കത്തിൽ വേലി കെട്ടുക. എല്ലാ സാധനങ്ങളും ഇവിടെ കിടപ്പുണ്ട്. ചെയ്യാമോ? പറഞ്ഞു, ചെയ്യാം. അനിയനാണല്ലേ? അതെ, എൻ്റെ അനിയനാണ്. ആരോ ഇങ്ങോട്ട് വരുമ്പോൾ പറഞ്ഞു, അനിയനും ചേട്ടനുമാണ് താമസിക്കുന്നത്. അത് ശരി, അനിയനാണോ ഇങ്ങനെയൊക്കെ ചെയ്തത്? അതെ, എനിക്ക് അവനെ ഇനി കാണണ്ട. വേലി കെട്ടാമോ? അയാൾ പറഞ്ഞു, കെട്ടാം. ഇയാൾക്ക് അന്ന് ദൂരെ എവിടെയോ പോകണം, എവിടെ പോയി സാധനങ്ങൾക്ക് മേടിച്ചുകൊണ്ട് വരണം. അപ്പോൾ അന്ന് അവിടെ കാണത്തില്ല. അടുത്ത ദിവസം വൈകിട്ടേ വരുള്ളൂ. എല്ലാ സന്നാഹങ്ങളും ഇട്ടിട്ട് അയാൾ പോയി. അടുത്ത ദിവസം വൈകുന്നേരം അയാൾ തിരിച്ചു വരുമ്പോൾ പണി പൂർത്തിയായിരിക്കും. അയാൾ സാധനങ്ങൾ, ടൂൾസൊക്കെ പറഞ്ഞ് സഞ്ചിയിൽ നിന്നാണ് കൊടുത്തത്. അത് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ചെയ്തതെന്താ? വേലിയല്ല. അയാൾ പണിഞ്ഞത് വേലിയല്ല. അയാൾ പണിഞ്ഞത് ഒരു പാലമാണ്, ഒരു ബ്രിഡ്ജ്. അയാൾ സ്തംഭിച്ചു. ഇവരോട് പൊട്ടനാണ്, ഇവനോട് വേലി കെട്ടാനല്ലേ ഞാൻ പറഞ്ഞു. ഞാൻ വേലി കെട്ടാനല്ലേ പറഞ്ഞത്? വേലി കെട്ടാനാണല്ലോ പറഞ്ഞത്. 12 അടി പൊക്കത്തിൽ കെട്ടണമെന്നും പറഞ്ഞു. എന്നിട്ട് അയാൾ എന്താ ചെയ്തിരിക്കുന്നത്? നോക്കുമ്പോഴുണ്ട് ഒരാൾ ആ പാലത്തിന്റെ അപ്പുറത്ത് പ്രത്യക്ഷപ്പെട്ടു. പരിചയമുള്ള ജോസഫാത്ത്. കുറ്റബോധത്തോടെ, കുനിഞ്ഞ ശിരസ്സോടെ ജോസഫാത്ത് അറച്ചടച്ചു വരുന്നു. ഇയാൾ അവിടെ തന്നെ നിന്നു.
ജോസഫാത്ത് അടുത്തോട്ട് വരുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ചെന്നു. ഇനി അവൻ പ്രശ്നം ഉണ്ടാക്കാൻ വരികയാണ്. ജോസഫാത്ത് പെട്ടെന്ന് ജോസഫിൻ്റെ കാലിലേക്ക് വീണു. ചേട്ടാ, മാപ്പ് തരണം, മാപ്പ് തരണം. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും, ഇന്നലെ രാത്രി ഞാനും ഉറങ്ങിയില്ല, ഇത്രയൊക്കെ ചേട്ടനോട് പറഞ്ഞിട്ടും, ഇത്രയൊക്കെ അവഹേളന വാക്കുകൾ പറഞ്ഞിട്ടും ചേട്ടൻ വീണ്ടും എൻ്റെ അടുത്തേക്ക് പാലമാണല്ലോ, ബ്രിഡ്ജാണല്ലോ പണിഞ്ഞത്, സ്നേഹത്തിൻ്റെ പാലമാണല്ലോ പണിഞ്ഞത്, എനിക്ക് മാപ്പ് തരണം. ജോസഫിനെ എഴുന്നേൽപ്പിച്ചു. രണ്ടുപേരും ആലിംഗനബദ്ധരായി സ്നേഹത്തിൻ്റെ അനശ്വര നിമിഷങ്ങൾ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടു. മറ്റവന് പൈസ കൊടുത്തില്ലല്ലോ. തിരിഞ്ഞു നിന്നിട്ട് അയാൾ പറഞ്ഞു, അല്ല പോവുകയാണോ? നിങ്ങൾ പോകരുത്. കാർപ്പറ്ററോട് പറഞ്ഞു, പോകരുത് ജോൺ, പോകരുത്, എനിക്ക് ഒത്തിരി പണികൾ ഇനിയുമുണ്ട്. ജോൺ പറഞ്ഞു, ഇല്ല, എനിക്ക് പോയേ മതിയാവും, എനിക്ക് നിൽക്കണമെന്നുണ്ട്, പോയേ മതിയാവും. എന്തെന്നോ, എനിക്കിനിയും ഒത്തിരി പാലങ്ങൾ ഇതുപോലെ പണിയാനുണ്ട്. എനിക്ക് തോന്നുന്നു ജോണിൻ്റെ രൂപത്തിൽ വന്നത് ക്രിസ്തു തന്നെയായിരിക്കും, ക്രിസ്തു തന്നെ ആയിരിക്കും. അതാണ് സ്നേഹമെന്ന് പറയുന്നത്, അതാണ് തിരിച്ചതെന്ന് പറയുന്നത്. നമ്മൾ പാലങ്ങൾ പണിയേണ്ടിയിരിക്കുന്നു. സ്നേഹത്തെക്കുറിച്ച് ഞാൻ ദുഃഖിപ്പിക്കുന്നു. ഞാൻ 8:25 പ്രസംഗം ആരംഭിച്ചതാണ്. മണി 9 കഴിഞ്ഞിരിക്കുന്നു. പ്രസംഗിക്കുന്നവർക്ക് വേണ്ടിയാണെന്ന് വലിയ ക്ലോക്കുകൾ ഇവിടെ വെച്ചിരിക്കുന്നു. കാരണം കഴിക്കുന്നവരറിഞ്ഞില്ലെങ്കിലും വിളമ്പുന്നവരറിയണമല്ലോ. അതുകൊണ്ട് മണി 9:05 ആയിരിക്കുന്നു. ഞാൻ ഇനിയും നീട്ടുന്നത് ശരിയില്ല. സ്നേഹം അനശ്വരമാണ്. സ്നേഹം അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി ഇടപെടുന്നില്ല. സ്നേഹം ആരെയും ദ്രോഹിക്കുന്നില്ല, സ്വാർത്ഥത പുലർത്തുന്നില്ല, വിദ്വേഷം വളർത്തുന്നില്ല. പകരം എല്ലാം സഹിക്കുകയും എല്ലാം ഇഷ്ടപ്പെടുകയും എല്ലാം ഉൾക്കൊള്ളുകയും എല്ലാത്തിനെയും വാരിപ്പെടുകയും ചെയ്യുന്ന മഹത്തായ സ്നേഹം, ദിവ്യമായ സ്നേഹം, അതൊരു വിളക്ക് പോലെയാണ്. അത് കെടുത്താതിരിക്കുക, അത് തെളിഞ്ഞു കത്തട്ടെ. ഒരിക്കൽ അണഞ്ഞു പോയാൽ ഒരിക്കലും വീണ്ടും നമുക്ക് പ്രകാശിപ്പിക്കുവാൻ കഴിയാതെ പോയെങ്കിലും, അതുകൊണ്ട് സ്നേഹത്തിൻ്റെ ദീപം മനസ്സിലെന്നും സൂക്ഷിച്ചുകൊണ്ട്, ആ ദീപത്തെ ഒരു നക്ഷത്രമാക്കിക്കൊണ്ട്, ആ നക്ഷത്രമായി സ്വയം പ്രകാശിച്ചുകൊണ്ട് ഈ ക്രിസ്മസിൻ്റെ മധുരസ്മരണകൾ നിറഞ്ഞു നിൽക്കുന്ന പുതുവത്സരത്തിൻ്റെ ആരവം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മനോഹരമായ മുഹൂർത്തത്തിൽ നിങ്ങളോട് ഇതിനെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച്, വിശ്വാസത്തെക്കുറിച്ച്, പ്രതീക്ഷയെക്കുറിച്ച് പറയാൻ അവസരം ലഭിച്ചത് ഏറ്റവും വലിയ ഭാഗ്യമായി കരുതിക്കൊണ്ട്, എന്നെ ശ്രദ്ധാപൂർവം കേട്ടിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം.